ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അസറ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അസറ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അസറ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം റെഫേഴ്സ് ടു സിറ്റുവേഷൻ ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഇത് ഫൈനാൻഷ്യൽ മാർക്കറ്റിലാണ് സംഭവിക്കുന്നത് കേട്ടോ. അതായത് ബാങ്കുകൾ, ഷെയർസ്, ബോണ്ട് ഇങ്ങനെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഫൈനാൻഷ്യൽ മാർക്കറ്റിലാണ് ഈ അസറ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. വേർ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോർ എ പർട്ടിക്കുലർ അസറ്റ്സ് ആർ ബാലൻസ്ഡ്. അതായത് ഒരു പ്രത്യേക അസറ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈയും ബാലൻസ് ആവുന്ന അവസ്ഥ. ഉദാഹരണത്തിന് ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ കമ്പനി വിൽക്കാനും ആൾക്കാർ മേടിക്കാനും തയ്യാറാണ്. ആ സപ്ലൈയും ഡിമാൻഡും തമ്മിൽ ബാലൻസ് ആവുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് റിസൾട്ടിങ് ഇൻ എ സ്റ്റേബിൾ പ്രൈസ് ഫോർ ദ അസറ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഷെയറിന് ഒരു സ്റ്റേബിൾ പ്രൈസ് ആവുന്നു ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴത്തേക്ക്. ഓക്കെ, കൂടാതെ കുറയാൻ നിൽക്കുന്നു. ഇതാണ് അസറ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഡിമാൻഡ് ഫോർ അസറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താണെന്ന് നോക്കാം. ഡിമാൻഡ് ഫോർ അസറ്റ് എന്ന് പറയുന്നത് ദിസ് റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ അസറ്റ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പർച്ചേസ് അറ്റ് വേരിയസ് പ്രൈസ്. അതായത് ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു നിശ്ചിത വിലയ്ക്ക് ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന അതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിമാൻഡ് കർവ് ടിപ്പിക്കലി സ്ലോപ്സ് ഡൗൺവേർഡ്സ്. നമുക്കറിയാം ഡിമാൻഡ് കർവ്, ഞാൻ നോർമൽ ഡിമാൻഡ് സപ്ലൈ കർവാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ. അതായത് സാധാരണ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അങ്ങനെ ഒരു ഡിമാൻഡ് കർവാണ് ഇതിനുള്ളത്. അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ആസ് ദ പ്രൈസ് ഓഫ് ദ അസറ്റ് ഡിക്രീസസ്, അതായത് അസറ്റിൻ്റെ ആ വില കുറയുമ്പോഴത്തേക്ക് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. അതായത് നോർമൽ ആയിട്ടുള്ള ലോ ഓഫ് ഡിമാൻഡിൻ്റെ കോൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് വില കുറയുമ്പോഴത്തേക്ക് ഡിമാൻഡ് കൂടുന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ സപ്ലൈ ഓഫ് അസറ്റ് എങ്ങനെയാണ് വരുന്നത്? ദിസ് റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ അസറ്റ് ദാറ്റ് സെല്ലേഴ്സ് ആർ വില്ലിംഗ് ടു ഓഫർ അറ്റ് വേരിയസ് പ്രൈസസ്. അതായത് അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആൾക്കാർ എത്ര വിലയ്ക്ക് അവർ സപ്ലൈ ചെയ്യുന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എങ്ങനെ സപ്ലൈ കർവ് എങ്ങനെയാണ്? ദ സപ്ലൈ കർവ് യൂഷ്വലി സ്ലോപ്പ് അപ്വേർഡ്സ്, സാധാരണ സപ്ലൈ കർവ് പോലെ. അതിൻ്റെ അർത്ഥം പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്നാണ്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ആസ് ദ പ്രൈസ് ഓഫ് ദ അസറ്റ് ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസസ്. അതായത് അസറ്റിൻ്റെ വില കൂടുമ്പോഴത്തേക്കും ആൾക്കാർ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ അസറ്റുകൾ വിൽക്കാൻ കൊണ്ട് വെക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി നമുക്കിതിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും നോക്കാം. അത് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആവുന്ന പോയിന്റ്. അറ്റ് ദിസ് പ്രൈസ്, ആ വിലയ്ക്ക് ദർ ഈസ് നോ എക്സസ് ഡിമാൻഡ് ഓർ എക്സസ് സപ്ലൈ ഓഫ് ദ അസറ്റ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഈ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അധികമായിട്ട് സപ്ലൈ അവശേഷിക്കുന്നില്ല. അതായത് അസറ്റുകൾ വിൽക്കപ്പെടാതെ അവശേഷിക്കുന്നുമില്ല, ആരും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതുമില്ല, അത് ഷോർട്ടേജ് വരുന്നതുമില്ല. അതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ അസറ്റ് ദാറ്റ് ഈസ് ബോട്ട് ആൻഡ് സോൾഡ് അറ്റ് ദ ഇക്വിലിബ്രിയം പ്രൈസ്. ഇത് ഇക്വിലിബ്രിയം പ്രൈസിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഡയഗ്രം നോക്കാം. ഇതിൽ വൈ ആക്സിൽ പ്രൈസ് ഓഫ് ദ അസറ്റും എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി ഓഫ് ദ അസറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഡിമാൻഡ് കർവും അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള സപ്ലൈ കർവും കാണാം. അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഇക്വിലിബ്രിയം പോയിന്റിൽ പി സ്റ്റാർ എന്നാണ് അസറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ക്യൂ സ്റ്റാർ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അസറ്റിന് വേണ്ടിയുള്ള ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ആൾക്കാർ ആ അസറ്റിന് വേണ്ടി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് കർവ് ഡിയിൽ നിന്ന് D2ലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി പ്രൈസ് അവിടെ വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതായത് പ്രൈസ് പി സ്റ്റാറിൽ നിന്നും പി ഡബിൾ സ്റ്റാർ ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ ക്വാണ്ടിറ്റിയും അപ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ വിൽക്കാൻ മുന്നോട്ട് വന്നിട്ട് ക്വാണ്ടിറ്റിയും ക്യൂ സ്റ്റാറിൽ നിന്ന് ക്യൂ ഡബിൾ സ്റ്റാർ ആയിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അസറ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയം നോക്കാം. അതായത് ഈ ഇക്വിലിബ്രിയത്തിനെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ പ്രിഫറൻസസ് ആണ്. അതായത് ഇൻവെസ്റ്ററുടെ പ്രിഫറൻസ്, ഏത് അസറ്റ് മേടിക്കണം എന്നുള്ള ഒരു പ്രിഫറൻസ്, മുൻഗണന. ഓക്കെ, ഇപ്പം ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റർ എക്സ്പെക്റ്റേഷൻസ് എബൌട്ട് ഫ്യൂച്ചർ അസറ്റ് പ്രൈസസ്. ഭാവിയിൽ അസറ്റിൻ്റെ വില കൂടാൻ പോകുന്നു എന്ന് അയാൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മേടിച്ച് വയ്ക്കും അല്ലേ. അപ്പോൾ ഡിമാൻഡ് തൽക്ഷണത്തിൽ വർദ്ധിക്കുകയാണ്. ഓക്കെ, ഫ്യൂച്ചർ അസറ്റ് പ്രൈസസ് ഓർ എക്കണോമിക് കണ്ടീഷൻസ് ക്യാൻ ഷിഫ്റ്റ് ഡിമാൻഡ് ഓർ സപ്ലൈ കർവ്സ്. അപ്പോൾ ഈ എക്കണോമിക് കണ്ടീഷൻ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ, അതൊരു എക്കണോമിയുടെ അവസ്ഥ, പിന്നെ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ, ഫ്യൂച്ചർ പ്രൈസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ള പ്രതീക്ഷകൾ, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സപ്ലൈ കർവിനും ഡിമാൻഡ് കർവിനും വ്യത്യാസം വരാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. ഇതെങ്ങനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അസറ്റ് പ്രൈസസ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് അസറ്റ് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേഷൻഷിപ്പാണ്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരുന്നു കഴിഞ്ഞാൽ അസറ്റ് പ്രൈസ് കുറയുന്നു.
ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആസറ്റ് പ്രൈസ് കൂടുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് വയ്ക്കുക, ഒരുപാട് പലിശ നിരക്ക് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനറലി റെഡ്യൂസ് ഡിമാൻഡ് ഫോർ അസറ്റ്. അപ്പം അസറ്റിനോടുള്ള ഡിമാൻഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അസറ്റിനോടുള്ള ഡിമാൻഡ് കുറയുമ്പോഴത്തേക്ക് ആർക്കും വേണ്ടാത്തൊരവസ്ഥ, അപ്പോഴത്തേക്ക് അതിന് വില കുറയുന്നു. അപ്പോൾ അങ്ങനെയാണ് അസറ്റ് പ്രൈസ് കുറയുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വില കുറയുന്നത്? ആസ് ദേ ഇൻക്രീസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ദം. അതായത് അത് കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അവർ എന്ത് ചെയ്യണം? അത് വിറ്റ് ഒഴിവാക്കാൻ നോക്കും. ഓക്കെ, അത് ആരും മേടിച്ച് വെക്കാൻ നോക്കത്തില്ല. കയ്യിലുള്ളവർ വിറ്റ് ഒഴിവാക്കാൻ നോക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അടുത്തൊരു ഫാക്ടറാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. അതായത് ഇതെല്ലാം സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ്. അത് മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ് കേട്ടോ. സച്ച് ആസ് ഫിയർ, ഭയം. ചിലർ അസറ്റ് മേടിച്ച് വെച്ചിട്ട് അയ്യോ അതിന് ഒരുപാട് വില കുറഞ്ഞു പോകുമെന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് ഇപ്പം വിറ്റ് ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ അവിടെ സപ്ലൈ കൂടുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഡിമാൻഡിന് കുറവ് വരും. പിന്നെ ഗ്രീഡ്, ആർത്തി. ഇപ്പം ആൾക്കാർ കൂടുതൽ മേടിച്ച് വെക്കാൻ ആർത്തി പിടിച്ചിട്ട് കൂടുതൽ മേടിച്ച് ഇപ്പോൾ സ്റ്റോർ ചെയ്ത് നോക്കും. അപ്പോഴത്തേക്ക് അവിടെ ഡിമാൻഡ് കൂടുകയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള സൈക്കോളജിക്കലുള്ള ഫാക്ടേഴ്സാണ് ഡിമാൻഡിനെ സപ്ലൈ ബാധിക്കുന്നത് കേട്ടോ. ആൻഡ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. ചില ആൾക്കാർക്ക് ചില മാർക്കറ്റിനോട് ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും. അവർ മേടിച്ച് വയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വിൽക്കാനോ ഉള്ള ശ്രമം നടത്തും. ഇനി ഇതെല്ലാം ക്യാൻ ഇൻഫ്ലുവൻസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ ഷോർട്ട് ടൈമിൽ ഇത് ഡിമാൻഡിന് സപ്ലൈക്ക് മാറ്റം വരുത്താമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗവൺമെൻറ് പോളിസി. ഏതാണ്? ചേഞ്ചസ് ഇൻ ടാക്സ് പോളിസി. ടാക്സ് പോളിസിയിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, അതായത് ടാക്സ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ടാക്സ് കൂടുതലാകുമ്പോഴത്തേക്കും ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, അസറ്റിനുള്ള ഡിമാൻഡ് കുറയുന്നു. കയ്യിൽ പൈസ ഇല്ലാതെ കൂടുതൽ പൈസ ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുക. പിന്നെ റെഗുലേഷൻസ്. ഇപ്പം ചില റെഗുലേഷൻസ് ഗവൺമെൻറ് ആയിരിക്കും ഇന്ന അസറ്റ് മേടിക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് കുറയുകയാണ്. ഓർ മോണിറ്ററി പോളിസി. ഇത് മോണിറ്ററി പോളിസിയെ പറ്റി വീഡിയോ ഇട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ മോണിറ്ററി പോളിസി ക്യാൻ അഫക്റ്റ് അസറ്റ് പ്രൈസസ് ആൻഡ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇതും അസറ്റ് പ്രൈസിനെയും മാർക്കറ്റ് ഇക്വിലിബ്രിയം ബാധിക്കുന്ന ഒരു ഘടകമാണ്. അടുത്ത ഘടകം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഷോക്സ്. അതായത് ഈവൻ സച്ച് ആസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ. ഇപ്പം അൺഎക്സ്പെക്റ്റഡ് എക്കണോമിക് ഡേറ്റ റിലീസസ്. ഇതിങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള ഡേറ്റ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്ത് തോന്നി, അത് ചില ഭയം നിമിത്തം അവർ ചിലപ്പം അസറ്റ് കയ്യിലുള്ള വിൽക്കുകയോ കൂടുതൽ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ക്യാൻ ഇമ്പാക്റ്റ് അസറ്റ് പ്രൈസസ് ആൻഡ് ഡിസ്റപ്റ്റ് ഇക്വിലിബ്രിയം. ഇതെല്ലാം ഇക്വിലിബ്രിയത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.